ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കിയെടുക്കാം. ആവശ്യമുള്ള ബസുമതി റൈസ് നമുക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം ഊറ്റി വെക്കാം. അതിനുശേഷം കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായ നെയ്യും വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് പട്ടയും ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് ഒന്ന് നന്നായി വറുത്തെടുക്കാം. കുക്കറിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് തയ്യാറാക്കിയെടുക്കാം. റൈസ് നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു അരമുറി നാരങ്ങ കൂടി അതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. കുക്കർ അടച്ച് വെച്ച് 2 വിസിൽ വരുന്നവരെ നമുക്കത് വേവിച്ചെടുക്കാം. റൈസ് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി റെഡിയാക്കി എടുക്കാം. ചിക്കനിലേക്ക് ഞാനിപ്പോൾ ഉപ്പ്, മുളക്, ചിക്കൻ മസാല എന്നിവയൊക്കെ പുരട്ടി മാറ്റി വെച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉള്ളിയിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി മിക്സായി വന്നതിന് ശേഷം നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വരട്ടിയെടുക്കാം. അത്യാവശ്യം വെള്ളം ഉണ്ടെങ്കിൽ അതുകൂടി വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി നാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുക്കാം. മസാലയിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മസാലയിലെ വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. റൈസ് ചേർക്കുന്ന സമയത്ത് നമ്മളതിൽ ഇട്ട് കൊടുത്തിരിക്കുന്ന പട്ടയും ഗ്രാമ്പൂവും നീക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. റൈസ് മൊത്തമായി ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. അതിന് മുകളിലായിട്ട് മല്ലിയില ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഗരം മസാല കൂടി വിതറി കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് തന്നെ നമുക്കിതൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് അതൊന്ന് സ്റ്റീം ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണേ.